സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ധ്രുവ് റാഠിയുടെ വീഡിയോ അതിന്റെ ഒരു മലയാള പരിഭാഷ ഞാൻ ഇറക്കി കഴിഞ്ഞ സമയത്ത് ചില ആൾക്കാരെല്ലാം പരാമർശിച്ച ചില തെറ്റുകളൊക്കെ എന്റെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ ധ്രുവ് റാഠി എന്ന് പറയുന്നതിന് പകരമായിട്ട് ധ്രുവ് രഥി എന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. ഞാൻ ആ തെറ്റ് തിരുത്തും സുഹൃത്തുക്കളെ. ധ്രുവ് റാഠിയുടെ ആ ഒരു വീഡിയോയുടെ മലയാള പരിഭാഷ വന്നതിന് ശേഷം ഒരുപാട് പേര് അത് കാണുകയുണ്ടായി, ഒരുപാട് നല്ല ഷെയറിംഗ് ഒക്കെ അതിന് കിട്ടുകയുണ്ടായി, ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി. അങ്ങനത്തെ അഭിപ്രായത്തിൽ വന്ന ഒരു കാര്യമായിരുന്നു, അദ്ദേഹം ഏറ്റവും റീസെന്റ് ആയിട്ട് ഇറക്കിയ വീഡിയോയുടെ മലയാള പരിഭാഷ കൂടി ഇറക്കാവുമോ. ഒപ്പം തന്നെ ഇലക്ട്രിക് ബോണ്ടിനെ കുറിച്ച് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിന് മലയാള പരിഭാഷ കൂടി ഇറക്കാവുന്ന രണ്ട് അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ വന്നായിരുന്നു. ആ രണ്ടുപേർക്കും കൂടിയുള്ള വീഡിയോകൾ ഞാൻ അടുത്തതിന് എടുക്കും. ആദ്യം തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി ഇങ്ങനെയാണ് ഒരു ഏകാധിപത്യ രാജ്യത്തിലേക്ക് നമ്മുടെ ഇന്ത്യയെ കൊണ്ടുപോകുന്നതിനെ കുറിച്ച് അദ്ദേഹം ഇറക്കിയ രണ്ടാമത്തെ വീഡിയോയുടെ പരിഭാഷയാണ്, ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോയുടെ പരിഭാഷയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവസാനം വരെ ഒന്ന് കാണാൻ ശ്രമിക്കുക. കഴിഞ്ഞ തവണ ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു, എന്റെ വാക്കുകൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല എന്നൊരു വർത്താനം കൂടി ഒരാൾ കേട്ടിരുന്നു. അവർക്ക് കൂടി വേണ്ടിയിട്ട് വ്യക്തമായിട്ട് പറയാനുള്ള ശ്രമം കൂടി ഞാൻ ഇത്തവണ ശ്രമിക്കുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇത്. ഒരു മാസം മുമ്പാണ് എന്റെ പ്രിയപ്പെട്ടവരായ നിങ്ങളോട് നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യത്തിൽ നിന്നും ഏകാധിപത്യത്തിലേക്ക് പോവുകയാണോ എന്ന് ഞാൻ ചോദിച്ചത്. തീർച്ചയായിട്ടും ആ വീഡിയോ ഒരുപാട് പേർക്ക് ഒരു വലിയ ഷോക്കായിരുന്നു. ഈ രാജ്യത്തെ സത്യസന്ധമായി സ്നേഹിക്കുന്നവർക്ക് ഞാൻ ചോദിച്ച ചോദ്യം ഒരു വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ചോദ്യം തന്നെയായിരുന്നു. എന്തൊക്കെയായാലും ചില ആളുകൾക്ക് ഇപ്പോഴും സംശയമാണ്, ഇതെല്ലാം ശരിക്കും ഉള്ളതാണോ, ഇതൊക്കെ നമ്മൾ ഇന്ത്യയിൽ സംഭവിക്കുന്നതാണോ അല്ലയോ. കഴിഞ്ഞ ഒരു മാസം മാത്രം അങ്ങനെ സംശയമുള്ളവരോടാണ്, ഒരു മാസത്തെ മാത്രം നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ച കാര്യങ്ങൾ ഒന്ന് നോക്കിയാൽ മതി, അത് മാത്രം ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, നിങ്ങളെ കണ്ണ് തുറന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അത് അദ്ദേഹം എന്തെങ്കിലും പണമിടപാട് പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ അദ്ദേഹം ഇടപെട്ടുകൊണ്ടോ അല്ല. ഒരു ദിവസം അദ്ദേഹം കുറ്റാരോപിതനാവുന്നു, അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇലക്ഷൻ കമ്മീഷനിലെ 2 പേരും മോഡിയുടെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പായിട്ടുള്ള ഇലക്ട്രൽ ബോണ്ട് എന്ന പേരിൽ ഒരു വലിയ തട്ടിപ്പ് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ സകലമാന മാധ്യമങ്ങളും വാർത്താ മാധ്യമങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ ഒപ്പോസിഷൻ പാർട്ടി അവരുടെ ബാങ്കുകളൊക്കെ മരവിപ്പിച്ചിരിക്കുന്നു. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് 17 ബില്യൺ തുക പിഴയൊടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. ഈവൻ CPM എന്ന് പറയുന്ന പാർട്ടിയോട് പോലും അവര് 11 കോടി രൂപയോളം ഫൈൻ അടയ്ക്കണമെന്നാണ് ഈ ഇൻകം ടാക്സ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കാരണമായി പറഞ്ഞിരിക്കുന്നത് ഭയങ്കര രസകരമായ കാര്യങ്ങളാണ്. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനമായിട്ട് പറയാം. ഇപ്പോഴുള്ള രസകരമായ വാർത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾ ഇലക്ഷൻ തൊട്ടു മുമ്പായിട്ട് തീർച്ചയായിട്ടും അവരവരുടെ കാൻഡിഡേറ്റ്സിനെ നിശ്ചയിച്ചു കഴിയും. അങ്ങനെ ഒരു കാൻഡിഡേറ്റിനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം ആ സ്ഥാനാർത്ഥിക്കെതിരെ ED അന്വേഷണം പുറപ്പെടുവിക്കും. കോൺഗ്രസ് പറയുന്നു അവർക്ക് പണം കൊടുത്തിട്ട് ഒരു പരസ്യം പോലും വാർത്താ മാധ്യമങ്ങൾ ചെയ്യാൻ ഇവർ അനുവദിക്കുന്നില്ല എന്നാണ്. എന്താണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഇലക്ഷനും ഇങ്ങനെ തന്നെയായിരിക്കുമോ സംഭവിക്കുക? രാജ്യത്തെയും നമ്മുടെ രാജ്യത്തെ ഈ ജനാധിപത്യ വ്യവസ്ഥയും സംരക്ഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോഴും ചിലർ ചിന്തിക്കുന്നുണ്ടാവാം, ഡെമോക്രസി രാജ്യത്ത് അത്ര സുരക്ഷിതമാണോ, ഈ ജനാധിപത്യം അത്ര നല്ലതല്ല, ഏകാധിപത്യമല്ലേ നല്ലത്, രാജവാഴ്ചയല്ലേ നല്ലത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഇപ്പോഴുണ്ട് കേട്ടോ. ഈ ചോദ്യങ്ങൾക്കെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഉത്തരം തരാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നിലവിൽ ഭരണത്തിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി അറസ്റ്റിലാവുന്നത്. അതും കുറ്റം കോടതിയിൽ തെളിയിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടുമില്ല. മുൻപ് ദില്ലിയിലെ വിദ്യാഭ്യാസ മന്ത്രി അറസ്റ്റ് ചെയ്യപ്പെട്ടു. മനീഷ് സിനോഡിയ എന്ന് പറയുന്ന മനുഷ്യനാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഹെൽത്ത് മിനിസ്റ്റർ സത്യേന്ദ്ര അതിനു മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. സഞ്ജയ് സിംഗ് അതിനു മുമ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. ഇവരെല്ലാവരും ഇപ്പോഴും ജയിലിലാണ്. മനീഷ് കഴിഞ്ഞ 1 വർഷത്തോളമായിട്ട് നമ്മുടെ ജയിലിൽ തന്നെ കിടക്കുകയാണ്. സത്യേന്ദ്ര 2 വർഷമായിട്ട് ജയിലിൽ കിടക്കുകയാണ്. ഏറ്റവും രസകരമായ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർ ആരുടെയും കുറ്റം ഇവർ ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന BJP ഗവൺമെന്റ് ആരോപിക്കപ്പെടുന്ന കുറ്റം ഇതുവരെയും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. EDയുടെ ആരോപണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആപ്പിന്റെ നേതാക്കള് ഡൽഹിയിലെ എക്സൈസ് പോലീസിന്റെ ഭാഗമായിട്ട് 1 മില്യൺ രൂപയുടെ അഴിമതി നടത്തിയെന്നാണ് EDയുടെ ആരോപണം. എന്നാൽ ആപ്പിന്റെ വക്താവായിട്ടുള്ള അതീഷ് ചോദിക്കുന്നത്, ശരി, നിങ്ങൾ പറയുന്നതെല്ലാം സമ്മതിക്കുന്നു, കഴിഞ്ഞ 2 വർഷമായി EDയും CBIയും നിരന്തരം അന്വേഷണം നടത്തുന്നു. ഏകദേശം 500ഓളം റെയ്ഡുകള്
EDയും CBIയുടെയും ഭാഗമായിട്ട് ഇപ്പൊ നടത്തി കഴിഞ്ഞു. ഏകദേശം 1000-ഓളം സാക്ഷികളെ നിരത്തി അന്വേഷണവും നടത്തി കഴിഞ്ഞു. ഇതുവരെയും ഒരു തെളിവ് പോലും അരവിന്ദ് കെജ്രിവാളിനെതിരെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മറ്റു മന്ത്രിമാർക്കെതിരെയോ കിട്ടിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു അറസ്റ്റ്? എന്തുകൊണ്ടാണ് അവർ ഇപ്പോഴും ജയിലിൽ അങ്ങനെ കഴിയേണ്ടി വരുന്നത്? ഇതാണ് അവർ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ വിവരങ്ങള് ഇവർ തന്നെ, ഈ ജയിലാക്കപ്പെട്ട ആളുകൾ തന്നെ കോടതിയെ തന്നെ അറിയിച്ചിരുന്നു. ഒരു മിനിസ്റ്ററും ഒരു അഴിമതിയും നടത്തിയിട്ടില്ല എന്നത് മാത്രമല്ല, ഇവിടെ കൊണ്ടുവന്ന എക്സൈസ് പോളിസി കൊണ്ട് ഗുണം ഉണ്ടായിട്ടുള്ളത് പൊതുജനങ്ങൾക്ക് കൂടിയാണെന്നുള്ളതാണ്. കാരണം അവിടെ ഡൽഹി ഗവൺമെന്റ് വരുമാനം വർദ്ധിച്ചു. അതിന് ഭാഗമായിട്ട് അവർക്ക് പുതിയ ഹോസ്പിറ്റലുകൾ കെട്ടാൻ സാധിച്ചു. അതിന് ഭാഗമായിട്ട് അവർക്ക് പുതിയ സ്കൂളുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞു എന്നതും വ്യക്തമാണ്. പിന്നെ എന്തുകൊണ്ട് ഇവർ ഇങ്ങനെ തെളിയിക്കപ്പെടാതെ ജയിലിൽ കഴിയേണ്ടി വരുന്നു എന്നത് ഒരു വലിയ ചോദ്യമാണ്. അതിനുത്തരം PMLA എന്ന് പറയുന്ന ഒരു നിയമമാണ്. നിങ്ങൾ എത്ര തന്നെ ഇന്നസെന്റ് ആണെങ്കിലും അത് നിങ്ങൾ തന്നെ തെളിയിക്കണം എന്നുള്ളതാണ്. ഈ നിയമം 2018 അമെൻമെന്റ് ഭാഗമായിട്ടാണ് ഇത് നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. EDക്ക് ഈ നിയമത്തിന്റെ ഭാഗമായിട്ട് കൂടുതൽ പവർ കൂടി നൽകുകയുണ്ടായി നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെന്റ്. ഇത് അത്ര ചെറുതായിട്ടുള്ള കാര്യമല്ല സുഹൃത്തുക്കളെ. അത്ര സിമ്പിൾ ആയിട്ട് അങ്ങോട്ട് ലഘൂകരിച്ച് പറയേണ്ട ഒരു വിഷയമേ അല്ല. ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇലക്ട്രൽ സ്കാമിന് ഒരു വലിയ ബന്ധമുണ്ട്. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അരവിന്ദ് കെജ്രിവാൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടേ അല്ല എന്നർത്ഥം. ഞാൻ പറയാം, നിങ്ങൾ കേൾക്കൂ. ഇതിന് പുറകില് അനറോസിഡോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഹെഡായിട്ടുള്ള ശരത് റെഡ്ഡിക്ക് ഒരു വലിയ പങ്കുണ്ട്. ഈ ലിക്കർ സ്കാമില് ED ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു തുടങ്ങി. അടുത്ത ദിവസം തന്നെ 10-ാം തീയതി നവംബറിൽ ഈ മനുഷ്യനെ ED അറസ്റ്റ് ചെയ്തു. പിന്നീട് ഇലക്ട്രൽ ബോണ്ട് വഴി ഈ കമ്പനി, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ ഒരു മനുഷ്യന്റെ കമ്പനി ഏകദേശം 50 മില്യൺ തുക BJPക്ക് കൈമാറുകയുണ്ടായി. ഇങ്ങനെ ഏകദേശം ഒരു 6 മാസത്തോളം ഈ പറയുന്ന ഈ കമ്പനിയുടെ ഈ MD ജയിലിൽ കിടന്നു. ഈ കാലയളവിൽ ഒരു തവണ പോലും ഇദ്ദേഹം കൊടുത്ത കാര്യങ്ങളിൽ, ഇദ്ദേഹം കൊടുത്ത തെളിവുകളിൽ, ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നുപോലും കെജ്രിവാളിന് എതിരായിരുന്നില്ല. അത് കഴിഞ്ഞ് ഏപ്രിൽ 25-ാം തീയതി ഇദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്നു. 2023 മെയ്യില് ഇദ്ദേഹം പുറത്തു വന്നതിന് ശേഷം ഈ കമ്പനി ഏകദേശം 250 മില്യൺ രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി നമ്മുടെ BJPക്ക് കൈമാറിയത്. കൈമാറുക മാത്രമല്ല, ഇദ്ദേഹം കെജ്രിവാളിന് എതിരായിട്ട് ഒരു മൊഴി നൽകുകയും ചെയ്തു. ഈ മൊഴിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും വലിയ രസകരമായ കാര്യം, ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ, ഇനി താൻ ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ കുറ്റം താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കേണ്ടത് ഇദ്ദേഹത്തിന് മാത്രം ചുമതലയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഇതിനു മുമ്പ് തന്നെ ഇതിനെക്കുറിച്ചെല്ലാം നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ ഇങ്ങനത്തെ ഒരു നിയമത്തെ കുറിച്ചിട്ടെല്ലാം ഇതിനു മുമ്പ് തന്നെ അദ്ദേഹം ഒരു വലിയ പ്രസംഗമൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. മടിയിൽ ഒട്ടും കനമില്ലാത്തവനെ പോലെ കെജ്രിവാള് EDയുടെ ഓരോ ഭീഷണിയും അവഗണിച്ചു. പക്ഷേ EDയുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുക എന്നത് മാത്രമായിരുന്നു. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: എ സ്കയേർഡ് ഡിക്റ്റേറ്റർ, ഭീരുവായ ഏകാധിപതിയാണ് ഇപ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവനില്ലാത്ത ഏകാധിപത്യത്തെ നയിക്കുന്ന ഒരാളാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ രാഹുൽ ഗാന്ധി ഇതിനെതിരെ പ്രതികരിച്ചത്. ഈ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോൾ മൊത്തം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീഡിയ അടക്കം ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ആണ് കൺട്രോൾ ചെയ്യുന്നത് എന്ന് പറയാം. മുഖ്യ പ്രതിപക്ഷങ്ങൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു. ഇങ്ങനെ പോയി അവസാനം നമ്മുടെ മുഖ്യമന്ത്രി വരെ അറസ്റ്റ് ചെയ്യുന്നത് പോലും ഒരു സാധാരണ പരിപാടിയായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയ അത്ഭുതകരമായ കാര്യം. കോൺഗ്രസ് പാർട്ടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എല്ലാ വഴികളും തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മാസങ്ങൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധിയെ ഡിസ്ക്വാളിഫൈഡ് ചെയ്യാൻ പോലും ശ്രമിച്ചു. ഇതിൽ കൃത്യമായിട്ട് സുപ്രീം കോടതി ഇടപെട്ടു. അല്ലെങ്കിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട 2 ഒപ്പോസിഷൻ പാർട്ടി നേതാക്കള് ഇപ്പൊ ജയിലായിരിക്കും. വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 31 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ടാക്സിന്റെ പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെയും മറ്റും അക്കൗണ്ടുകൾ ഇപ്പോൾ മരവിപ്പിക്കുന്നത്. പഴയ പാൻ കാർഡ് യൂസ് ചെയ്തു എന്ന കാരണത്തിലാണ് CPM-ന് ഇപ്പൊ പിഴ കിട്ടിയിരിക്കുന്നത്. പഴയ പാൻ കാർഡ് യൂസ് ചെയ്തു എന്ന കാരണം പറഞ്ഞുകൊണ്ട് TMC നേതാവിന് 11 നോട്ടീസാണ് ED അയച്ചിരിക്കുന്നത്. എത്ര അത്ഭുതകരമായ, അന്തം പിടിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നത് നോക്കൂ. ഇന്ത്യ എന്നുള്ള രാജ്യം ഒരു ഏകാധിപത്യത്തിലേക്ക് മെല്ലെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പല ലോക രാജ്യങ്ങളും പറയുകയുണ്ടായി. ആദ്യം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പങ്കുവെച്ചത് ജർമ്മനിയായിരുന്നു. പിന്നീട് ഇന്ത്യ ഒരു ഏകാധിപത്യ രാജ്യത്തിലേക്ക് മെല്ലെ നീങ്ങുന്നുണ്ടെന്ന് പറഞ്ഞത് അമേരിക്കയാണ്. പിന്നെ നമ്മുടെ യുണൈറ്റഡ് നേഷൻസും.
ഇവർ പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഫ്രീ ആയിട്ടും ഫെയർ ആയിട്ടും അവരുടെ വോട്ട് രേഖപ്പെടുത്താൻ കഴിയുമോ എന്ന സംശയം ഞങ്ങൾക്കുണ്ട് എന്നാണ് ഈ ലോക രാജ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ പലർക്കും മനസ്സിലായി തുടങ്ങി എന്നർത്ഥം. എന്തിനേറെ BJP രാഷ്ട്രീയക്കാർ ഓപ്പൺ ആയിട്ട് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, ഞങ്ങൾക്ക് 400-ൽ കൂടുതൽ സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭരണഘടന തന്നെ മാറ്റി എഴുതുമെന്ന്. ഇത് പറഞ്ഞത് കർണാടക BJP MP ആണ്. ഇനി വേറൊരു വാർത്ത നോക്കൂ. 27 മാർച്ചിന് ശിവസേനക്കാരനായിട്ടുള്ള അമോൻ കീർത്തികർ എന്ന ഒരു കാൻഡിഡേറ്റിനെ അവർ നിശ്ചയിക്കുന്നു. അവരുടെ കാൻഡിഡേറ്റ് ആയിട്ട് അത് ഏകദേശം അന്നൊരു 9 മണിക്കായിരുന്നു ഈ ഒരു പ്രഖ്യാപനം. ഞങ്ങൾ ശിവസേനയുടെ കാൻഡിഡേറ്റ് ആയിട്ട് അമോർ കീർത്തികർ ആയിരിക്കും മത്സരിക്കുക എന്ന് അവർ പ്രഖ്യാപിക്കുന്നു. ഒരു 9 മണിക്ക്. കൃത്യം 1 മണിക്കൂർ കഴിഞ്ഞ് 10 മണിക്ക് ഇദ്ദേഹത്തിനെതിരെ EDയുടെ അന്വേഷണം പുറപ്പെട്ടു വരുന്നു. EDയുടെ നോട്ടീസ് വരുന്നു. ഇതൊരു BJP തന്ത്രമാണ്, ഭീഷണിപ്പെടുത്തുക, ഭയപ്പെടുത്തുക, ഇല്ലാതാക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് NCPയുടെ ലീഡർ ആയിട്ടുള്ള പ്രഫുൽ പട്ടേലിനെ കുറിച്ച് ഓർമ്മയുണ്ടായിരിക്കും. ഇദ്ദേഹം ഒരു വലിയ അഴിമതിക്കാരനാണെന്ന് ആദ്യം പറഞ്ഞത് BJP ആയിരുന്നു. ഇത് പറഞ്ഞ് BJP ആണ് അങ്ങനത്തെ ഒരു വാദം മുന്നോട്ട് വെച്ചത്. 8 മാസം കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രഫുൽ പട്ടേൽ പാർട്ടി വിട്ടു, NCP വിട്ടു, നേരെ പോയിട്ട് BJPയിൽ ചേർന്നു. പിന്നെ സംഭവിക്കാൻ വന്ന കാര്യങ്ങൾ പകൽ പോക്കിലെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന എല്ലാ കേസുകളും എല്ലാ ആരോപണങ്ങളും ജലത്തിൽ ഒരു കുമിള പോലെ ഇല്ലാതായി. ഇപ്പോൾ മോദി സർക്കാർ പറയുന്നു ഒരു അഴിമതിയും പ്രഫുൽ പട്ടേൽ നടത്തിയിട്ടില്ല എന്ന. ഇതേ സർക്കാർ തന്നെയാണ് ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് പ്രഫുൽ പട്ടേൽ എന്നും പറഞ്ഞത്. പക്ഷേ BJPയിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ ഒരു അഴിമതിയും ചെയ്തിട്ടില്ല എന്ന രീതിയിൽ ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നു നമ്മുടെ ഈ BJP ഗവൺമെന്റ്. ഇങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. നവീൻ ജിൻഡലിന്റെ കേസ്, ഇദ്ദേഹം കോൺഗ്രസ് കാൻഡിഡേറ്റ് ആയിരുന്നു. കോൾഗേറ്റ് സ്കാം അഴിമതിയുടെ ഭാഗമായിട്ട്, ആരോപണത്തിന്റെ ഭാഗമായിട്ട് 25 മാർച്ചിൽ ഇദ്ദേഹം BJPയിൽ ചേർന്നു. ഇപ്പോ ഒരു പ്രശ്നമില്ല, അഴിമതി ആരോപണം കാറ്റിൽ എങ്ങോട്ടോ പറന്നുപോയി. ഇതെല്ലാം കണ്ടിട്ട്, ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടോ ഇന്ത്യയിൽ ഫ്രീ ആയിട്ട് ഭയങ്കര ഫെയർ ആയിട്ട് ഇലക്ഷൻ നടക്കുന്നുണ്ടെന്ന്? നോക്കൂ, ഇന്ത്യയിൽ ഇലക്ഷൻ നടത്തേണ്ടത്, നിയന്ത്രിക്കേണ്ടത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനാണ്. എന്നാൽ ഇലക്ഷൻ കമ്മീഷന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമോ? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇലക്ഷൻ കമ്മീഷന്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്നു. മനസ്സിലാക്കാത്തവർക്ക്, ആ വീഡിയോ കണ്ട് മനസ്സിലാകാത്തവർക്ക് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇനിയൊരു ഞെട്ടിക്കുന്ന കഥ കൂടി കേൾക്കാം. 9-ാം തീയതി 2024 ഇലക്ഷൻ കമ്മീഷണറായിട്ടുള്ള അരുൺ ഗോയൽ രാജിവെക്കുന്നു. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പറഞ്ഞു അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് രാജിവെക്കേണ്ടി വന്നത്. എന്നാൽ ദ ഹിന്ദു എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ പിന്നീട് ഇദ്ദേഹത്തെ കണ്ടെത്തുകയും ഇദ്ദേഹത്തിനെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ഭാഗമായിട്ട് ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹത്തിന് ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ല എന്ന്. ഇലക്ഷൻ കമ്മീഷൻ രീതികളെ കുറിച്ച് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം കൂടി രാജിവെച്ചതോടെ 2 ഒഴിവുകളാണ് ഇലക്ഷൻ കമ്മീഷനിൽ വന്നത്. മുൻപ് ഇലക്ഷൻ കമ്മീഷനിൽ 3 അംഗ ആൾക്കാരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി, ചീഫ് ജസ്റ്റിസ്, പിന്നെ പ്രതിപക്ഷ നേതാവ്. ഈ 3 പേരുമാണ് ഇലക്ഷൻ കമ്മീഷന്റെ സ്ഥാനത്ത് ഏറ്റവും മുകളിൽ സ്ഥാനത്ത് ഉണ്ടാവുക. കാരണം ഇലക്ഷൻ വളരെ ഫ്രീ ആയിട്ടും ഫെയർ ആയിട്ടും ഒരിക്കലും ഏതെങ്കിലും പക്ഷത്തിന് കൂടുതൽ പ്രാധാന്യം കിട്ടുന്ന രീതിയിൽ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 3 ആളുകളെ നിശ്ചയിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് അവിടെ ചീഫ് ജസ്റ്റിസ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്നാൽ BJP സർക്കാർ ഈ നിയമത്തിൽ ചെറിയൊരു മാറ്റം വരുത്തി. ചീഫ് ജസ്റ്റിസിനെ പതുക്കെ അതിൽ നിന്ന് ഒഴിവാക്കി. അങ്ങനെ പുതിയ ഇലക്ഷൻ കമ്മീഷൻ നിലയിൽ വന്നു. ആരൊക്കെയാണെന്ന് അറിയാവോ? പ്രധാനമന്ത്രി, അമിത്ഷാ, പിന്നെ ആദിർ രഞ്ജൻ ഗോയൽ എന്ന് പറയുന്ന അത്രയൊന്നും വിലയില്ലാത്ത ഒരു കോൺഗ്രസ് നേതാവ്. എന്തിനേറെ ഇന്ത്യയിൽ നിയമവും ന്യായവും കൈകാര്യം ചെയ്യേണ്ട ജഡ്ജിമാർ വരെ BJPയിൽ പോയിട്ട് അംഗത്വം വേണമെന്ന് ആവശ്യപ്പെടുന്ന അവസ്ഥ വന്നിരിക്കുന്നു. നോക്കൂ, നമ്മുടെ ഈ ഇലക്ഷൻ കമ്മീഷനിൽ 3-ൽ 2 പേരും, ഒന്ന് പ്രധാനമന്ത്രിയും അമിത്ഷായുമാണെങ്കിൽ ഭൂരിപക്ഷം നിശ്ചയിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ എല്ലാ കാര്യവും പ്രധാനമന്ത്രിയും അമിത്ഷായും കൂടി തീരുമാനിക്കുമെന്നർത്ഥം. അതായത് നമ്മുടെ ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ഒരു ഇലക്ഷനും നീതിപൂർവമോ ന്യായപൂർവമോ ആയിരിക്കില്ല എന്നർത്ഥം. ഇനി ഞാൻ പറയുന്ന സുഹൃത്തുക്കളെ, ഞാൻ കുറച്ചു മുമ്പ് പരാമർശിച്ച ആ ഒരു ഷോക്കിംഗ് ന്യൂസിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ മാർച്ച് 8-ന് ഒരു ഷോക്കിംഗ് ന്യൂസ് ഇന്ത്യ മുഴുവൻ കേൾക്കുകയുണ്ടായി. അത് കൽക്കട്ടയുടെ ഹൈക്കോടതി ജഡ്ജിയായിരുന്നുള്ള അഭിജിത് ഗംഗോപാധ്യായ എന്ന് പറയുന്ന മനുഷ്യൻ BJPയിൽ ചേർന്നു എന്നതാണ് ആ ഒരു വാർത്ത. തന്റെ മഹത്തായ ജഡ്ജ് എന്ന് പറയുന്ന സ്ഥാനം രാജിവെച്ചിട്ടാണ് അദ്ദേഹം നമ്മുടെ BJPയെ സമീപിച്ചിട്ടുള്ളത്. ജഡ്ജ് ആയിരിക്കുമ്പോൾ തന്നെ BJPയുമായിട്ട് ഈ ഒരു സംഗതി പറഞ്ഞു ഉറപ്പിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത. അതായത്
ജഡ്ജ് ആയിരിക്കുമ്പോൾ തന്നെ ഈ ജഡ്ജിമാർക്ക് രാഷ്ട്രീയക്കാരുമായിട്ടുള്ള ഒരു ബാന്ധവം ഉണ്ടായിരുന്നു എന്നർത്ഥം. ഇപ്പൊ തന്നെ നമുക്ക് ആലോചിക്കാം എത്ര സ്വതന്ത്രമായിട്ടായിരുന്നു ഇവർ നീതിന്യായം നടത്തിയിരുന്നത് എന്ന്. ഒരിക്കലും അല്ല എന്ന് പറയേണ്ടി വരും. ഇനി വേറൊരു വാർത്ത കേൾക്കൂ. 100ഓളം കേസുകൾ, FIRകൾ, 6ഓളം അറസ്റ്റുകൾ നമ്മുടെ പ്രധാനമന്ത്രി മോഡിക്കെതിരെയുള്ള പോസ്റ്റുകൾ ഉണ്ടാക്കിയതിന് ആളുകളെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരാളുടെ അറസ്റ്റ് ഭയങ്കര രസകരമാണ് എന്ന് പറയാൻ കാരണം, ഒരു സ്കൂളിലെ കുട്ടികൾ റൊട്ടി കഴിക്കുന്നത് ഉപ്പ് കൂട്ടിയാണെന്നുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തതിനാണ് നമ്മുടെ രാജ്യത്തില്, ഈ ജനാധിപത്യ രാജ്യത്തില് ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്തെന്ന് ആലോചിച്ച് നോക്കണം. നോക്കൂ, നമ്മുടെ ജനാധിപത്യത്തിൽ നിന്ന് നമ്മൾ വളരെ പതുക്കെ മാറി ഒരു ഏകാധിപത്യത്തിലേക്ക് വന്നു എന്നല്ല, നമ്മുടെ രാജ്യം ഏകാധിപത്യം പഠിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ അടുത്ത് ലോക ജനാധിപത്യ രീതിയിൽ മുന്നോട്ട് പോകുന്ന രാജ്യങ്ങളിൽ എത്രത്തോളം ആ ഒരു ജനാധിപത്യ വ്യവസ്ഥ പാലിക്കുന്നു എന്നതിന്റെ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. ഇന്ത്യ ഗവൺമെന്റ് അല്ല കേട്ടോ, സ്വീഡനാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. അതില് നമ്മുടെ രാജ്യത്ത് പറയുന്നത് ഇലക്ട്രൽ ഓട്ടോക്രസി എന്നുള്ള പേരാണ്. ആ ഒരു ഇലക്ട്രൽ ഓട്ടോക്രസി നിലനിൽക്കുന്ന രാജ്യം എന്ന രീതിയിലാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ അറിയപ്പെടുന്നത് എന്നർത്ഥം. എന്താണ് ഈ ഇലക്ട്രൽ ഓട്ടോക്രസി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഏകാധിപത്യം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇനി വെറും 2 സ്റ്റെപ്പ് മാത്രമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം വെക്കാനുള്ളതെന്ന് അർത്ഥം. എന്താണ് ഇതിൽ സംഭവിക്കുക? പല പാർട്ടിക്കാരും ഇലക്ഷനിലൊക്കെ നിന്ന് മത്സരിക്കും. പക്ഷേ അതൊരിക്കലും ഫ്രീ ആയിട്ടോ ഫെയർ ആയിട്ടോ ആയിരിക്കില്ല. ജനങ്ങളെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി അടുത്തതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഒരുപക്ഷെ ഇത് എന്നെ കൂടി അടക്കം ബാധിക്കുന്ന ഒരു വിഷയമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് റെഗുലേഷൻ ആക്ട് എന്ന ഒരു സംഗതിയുണ്ട്, ഒരു ബില്ലുണ്ട്. 2023 ബ്രോഡ്കാസ്റ്റിംഗ് സർവീസസ് റെഗുലേറ്റിംഗ് ബിൽ എന്ന് പറയുന്ന ബില്ല് നിലവിൽ വരുന്നത്. ആ ഒരു ബില്ലില് IT റൂളുകളിൽ ഒരു പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു, പുതിയ റൂളുകളൊക്കെ കൊണ്ടുവന്നു. അതായത് ഫേസ്ബുക്ക് ആയിക്കോട്ടെ, നിങ്ങൾ ഉപയോഗിക്കുന്ന യൂട്യൂബ് ആയിക്കോട്ടെ, വാട്സപ്പ് ഗ്രൂപ്പുകളായിക്കോട്ടെ, ഇതിനെല്ലാം കൃത്യമായിട്ട് നിരന്തരം നിരീക്ഷിക്കുന്നു നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് എന്നർത്ഥം. ഇതിലത്തെ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുന്നവരെ ആ വീഡിയോകൾ ഗവൺമെന്റ് സൂക്ഷ്മമായിട്ട് പരിശോധിക്കും. ഇത് പ്രകാരം ഏതെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ ഇടുന്നൊരു പോസ്റ്റ്, നിങ്ങൾ എഴുതി വെച്ചൊരു എഴുത്ത്, അത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റിന് ഇഷ്ടമല്ലാത്ത സംഗതിയാണെങ്കിൽ അത്തരം ചാനലുകൾ, അത്തരം യൂട്യൂബ് ചാനലുകൾ, അത്തരം ഫേസ്ബുക്കുകൾ, വാട്സപ്പ് അക്കൗണ്ടുകൾ മുഴുവൻ നിരോധിക്കാൻ നമ്മുടെ ഗവൺമെന്റിന് സാധിക്കുന്ന അർത്ഥം. അതും എങ്ങനെയാണ്? മുൻകൂട്ടി ഒരു കത്ത് പോലും കൊടുക്കാതെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകൂട്ടി ഒരു നോട്ടീസ് പീരീഡ് പോലും കൊടുക്കാതെ അത് നിരോധിക്കാൻ സാധിക്കും. അതായത് സത്യം വിളിച്ചു പറയാൻ ശ്രമിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൂടി നശിപ്പിക്കപ്പെടും നമ്മുടെ ഈ ഒരു ജനാധിപത്യ ഇന്ത്യയിൽ എന്നർത്ഥം. അതായത് എല്ലാ തരത്തിലും നിയന്ത്രണം വരും. ജനങ്ങളുടെ സ്വൈര്യ ജീവിതം പരിപൂർണമായിട്ട് നശിക്കും. നമുക്ക് നമ്മെ ഭരിക്കുന്നവരെ ജനാധിപത്യപരമായിട്ട് വിമർശിക്കാൻ കഴിയാതെ വരും. നിങ്ങളൊരു മോഡി ഭക്തനാണെങ്കിലും ഒന്നും കാര്യമില്ല കേട്ടോ. ഏകാധിപത്യത്തില് എല്ലാവരും ഒരേ ദുരന്തത്തിൽ അങ്ങനെ പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. കാരണം ഒരു ഏകാധിപത്യ രാജ്യത്തില് ഏകാധിപതി ആകെ നോക്കുക സ്വന്തം ഈഗോയും സ്വന്തം പവറും സ്വന്തം പണം, ഇതിനപ്പുറത്തേക്ക് വേറൊന്നും ഇവർക്ക് നോക്കാനില്ല. എന്ന് മാത്രമല്ല, അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അവർ മാത്രമാണ്. ജനങ്ങൾ എന്നുള്ളത് അവരുടെ ഒരു പ്രഥമ പരിഗണനയിലേ ഉണ്ടാവില്ല എന്നർത്ഥം. ഇപ്പോൾ നിങ്ങൾ ചുറ്റും കണ്ണോടിച്ച് നോക്കൂ. അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഒരുപാട് കർഷകര് നമ്മുടെ രാജ്യത്തുണ്ട്. നമ്മുടെ മീഡിയകള് അവരെ കണ്ട മട്ടയില്ല. നമ്മുടെ ഗവൺമെന്റ് ഇവരെ കണ്ട മട്ടയില്ല. അവർക്ക് ഗവൺമെന്റ് തോന്നുന്നത് ഇവരെന്തോ ഒരു അക്രമകാരികളായിട്ടാണ് അവരെ ചിത്രീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ വരുന്ന വഴികളിലെ ഉള്ളുപാകുക, അവർ വരുന്ന വഴികളിൽ മതിൽ കെട്ടുക, അവർ വരുന്ന വഴികളെല്ലാം തകർത്തിടുക, എങ്ങനെയെങ്കിലും അവരെ ഓടിപ്പിക്കാൻ വേണ്ടിയിട്ട് റബ്ബർ ബുള്ളറ്റുകളും ടിയർ ഗ്യാസുകൾ ഉപയോഗിച്ച് അവരെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പേര് കൂടിയാണ് സുഹൃത്തുക്കളെ ഏകാധിപത്യം എന്നുള്ളത്. നിങ്ങൾ ഇനിയിപ്പോ ഈ ഒരു ഏകാധിപത്യ രാജ്യത്തിൽ പെട്ടു എന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന പരീക്ഷയുടെ ആ ഒരു പേപ്പർ ലീക്കായോ, നിങ്ങൾക്ക് മിണ്ടാൻ കഴിയത്തില്ല. നിങ്ങൾക്ക് കീപ്പ് മം, നിശബ്ദമായിരിക്കേണ്ടി വരും. വിലക്കയറ്റം ഉണ്ടോ, നിങ്ങൾക്ക് മിണ്ടാൻ സാധിക്കത്തില്ല. കീപ്പ് മം. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഇൻജസ്റ്റിസ് എന്ത് തന്നെ സംഭവിച്ചാലും നിങ്ങൾക്ക് നിശബ്ദനായിട്ടിരിക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. യു വിൽ ഹാവ് ടു കീപ്പ് മം. അതാണ് ഈ ഒരു ഏകാധിപത്യ രാജ്യത്തിൽ സംഭവിക്കാൻ പോകുന്നത്. നമുക്ക് കാണാം, നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി. ഒരു 3 വർഷത്തേക്കാൾ കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വാർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം കണക്ക് നോക്കുകയാണെങ്കിൽ 9,60,000 സെൻട്രൽ ഗവൺമെന്റ് ജോലികൾ ഇപ്പോൾ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്.
പക്ഷേ ഒരാളെ പോലും ഇതുവരെയും ആ ഒരു സ്ഥാനത്തേക്ക് നിയമിച്ചിട്ടില്ല. അതായത് പൊതുജനങ്ങൾക്ക് ജോലി നൽകുന്നില്ല എന്ന പച്ചവെള്ളം പോലെ യാഥാർത്ഥ്യം. അങ്ങനെയുള്ള യാഥാർത്ഥ്യത്തിന്റെ മുകളിലേക്കാണ് രാമക്ഷേത്രവും മറ്റൊക്കെ വന്നു പോകുന്നത്. ആ ഒരു മായാവലയത്തിൽ ഈ പാവം ജനങ്ങൾ, വിദ്യാഭ്യാസം ഏറെയും ഒന്നുമില്ലാത്ത ജനങ്ങൾ അങ്ങനെ മുങ്ങി നിൽക്കും. പ്രൈവറ്റ് കമ്പനികൾ പോലും പുതിയ ആളുകളെ ജോലിക്കെടുക്കുന്നത് നിർത്തിയിരിക്കുന്നു. ഫ്രണ്ട്ലി എന്ന് പറയുന്ന ഒരു മാഗസിൻ ഉണ്ട്. മാർച്ചിലെ റിപ്പോർട്ട് ഇങ്ങനെയാണ്: IT സെക്ടർ പോലും ജോലി ഇല്ലാത്ത ഇടങ്ങളാകുന്നു എന്നുള്ളതാണ് ഒരു പുതിയ വാർത്ത. സുഹൃത്തുക്കളെ, നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന പെട്രോൾ വില നോക്കൂ. 40 രൂപയ്ക്കും 50 രൂപയ്ക്കും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വോട്ട് ചെയ്ത ആളുകളൊക്കെ എവിടെ പോയി? ഇപ്പോൾ 90ലേക്കും 110 രൂപയിലേക്കും ഈ പെട്രോൾ വില ഉയർന്നിരിക്കുന്നു. ഫുഡ് പ്രൈസ് ഇൻഫ്ലേഷൻ ആണ്. ഭക്ഷണവില കൂടുകയാണ്. ലോകം മുഴുവൻ ഭക്ഷണവില കുറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഭക്ഷണവില കൂടുകയാണെന്നുള്ളത് എത്ര പേർ ആലോചിക്കുന്നുണ്ട്? ഇപ്പോൾ പറയുന്നത് ഗവൺമെന്റ് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്നു എന്നുള്ളതാണ്. അതങ്ങനെ ഗംഭീരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും രാജ്യത്ത് ഗവൺമെന്റിന് ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കേണ്ട അവസ്ഥ വരുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാനുള്ള പണം ജനങ്ങളുടെ കയ്യിലില്ല എന്നുകൂടിയാണ് അതിന്റെ അർത്ഥം. ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് എന്നോട്, നിങ്ങൾ മോഡിയെ മാത്രം എന്താണ് കുറ്റം പറയുന്നത്? ഈ മോഡി ഗവൺമെന്റിനെ മാത്രം എന്താ നിങ്ങൾ കുറ്റം പറയുന്നത്? നിങ്ങൾ വീഡിയോ ഇറക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മാത്രം? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി ഒന്നും പറയാത്തത്? അവരും ഒരു ഏകാധിപതി ആയിരുന്നില്ലേ? പക്ഷേ ഞാൻ പറയട്ടെ, ഞാനന്ന് ജനിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനൊരു സംഭവം നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ അന്ന് പക്ഷേ ഉണ്ടായിരുന്നെങ്കിൽ, ഇതുപോലെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം പ്രതികരിക്കാനായിട്ട് എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അന്ന് പ്രതികരിച്ചു തന്നെ. ഒന്നുകൂടി പറയട്ടെ, ഞാൻ ആ ഒരു സംഭവത്തെ കുറിച്ചിട്ട്, ആ ഒരു നിമിഷത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി എമർജൻസി പീരീഡിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ പിന്നീട് ഇറക്കിയിട്ട് തന്നെയുണ്ട്. അന്ന് അത് തെറ്റാണ് സംഭവിച്ചത്. ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നതും തെറ്റ് തന്നെയാണ്. ഇനി ഇതിനെതിരെ ആര് സംസാരിക്കും എന്നുള്ളതാണ് വിഷയം. ഞാൻ സംസാരിച്ചിട്ടില്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ സംസാരിക്കാനായിട്ടുണ്ടാവുക തന്നെ വേണം. ലോകത്ത് മുഴുവൻ, നമ്മുടെ ഇന്ത്യ മുഴുവൻ മീഡിയകളുടെ വായ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. പ്രതിപക്ഷത്ത് നിൽക്കുന്ന വിമർശകരായിട്ടുള്ള ആളുകളെ മുഴുവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. നമ്മളാണ് ഇനി അവസാനത്തെ പ്രതീക്ഷ, നമ്മൾ മാത്രം. നമ്മൾ ഈ ഒരു പരമാധികാര ഏകാധിപത്യ രീതിക്കെതിരെ കൃത്യമായിട്ടും ശബ്ദമുയർത്തിക്കൊണ്ടേയിരിക്കണം എന്നർത്ഥം. അല്ലെങ്കിൽ പിന്നീട് നമുക്ക് ശബ്ദം ഉയർത്താൻ കഴിയാതെ വരും. നിങ്ങൾ നമ്മുടെ ഭാരത മാതാവിനെ കൃത്യമായിട്ടും ശരിക്കും സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ, സത്യസന്ധമായിട്ടാണ് സ്നേഹിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഗാന്ധിയെയും ഭഗത് സിംഗിനെയും നേതാജിയെയും റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അവർ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരുന്നത് ഏത് വികാരത്തോടെ ആയിരുന്നോ അതേ ഒരു പാഷനിലേക്ക്, അതൊരു വികാരത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുക തന്നെ വേണം. അവർ അവരുടെ രക്തവും വിയർപ്പും കണ്ണുനീരും കൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരികയും നമുക്കൊരു ജനാധിപത്യ രാജ്യം ഉണ്ടാക്കി തരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ഒരു ജനാധിപത്യം, ആ ഒരു ഡെമോക്രസി അത് സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇന്ന് നമ്മൾ അത് സംരക്ഷിച്ചു വെക്കൂ. അത് സംരക്ഷിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വവും ഇന്ന് നമ്മുടെ പക്ഷത്താണ്. ഈ വീഡിയോ കാണുന്ന ഓരോ ആളുകളുടെയും ബാധ്യത തന്നെയാണ് നമ്മുടെ ജനാധിപത്യം എന്നത്. സുഹൃത്തുക്കളെ, ഇനി ഞാൻ പറയുന്നത് എൻ്റെ ഈ വീഡിയോ കണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരാണ്. നിങ്ങൾ 3 കാര്യങ്ങളാണ് എൻ്റെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞത് ഈ ഒരു അവസാന നിമിഷത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഇത് ധ്രുവ രാഠി പറഞ്ഞതാണ്. ഒരുപക്ഷെ ഇത് മലയാളത്തിലാക്കിയതുകൊണ്ട് ഇത് നിങ്ങൾ കൂടി ചെയ്യണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം എനിക്കുമുണ്ട്. ധ്രുവ രാഠി എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനെ പോലെ തന്നെ. ഞാൻ പറയാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കഴിയുമെങ്കിൽ നിങ്ങളുടെ 100 സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. അത് ഫേസ്ബുക്കിലായിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, ഏതൊക്കെ മീഡിയ ആണോ നിങ്ങൾക്കുള്ളത് ആ മീഡിയയിലെല്ലാം കഴിയുമെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക തന്നെ വേണം. ഈ വീഡിയോ നമ്മുടെ ലോകത്തിന്റെ, ഒരുപക്ഷെ ധ്രുവ രാഠി പറയുന്നത് ഇന്ത്യ മുഴുവൻ എത്താവുന്നതാണ്. ഇന്ത്യയുടെ എല്ലാ മുക്കിലും മൂലയിലും. ഞാനതൊരു മലയാളത്തിന്റെ ട്രാൻസ്ലേഷൻ ആയതുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ ഈ ഒരു ഇലക്ഷൻ സമയത്ത് കേരളത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലേക്കും ഒരുപക്ഷെ ഹിന്ദി കേട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത, ഇംഗ്ലീഷ് കേട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് മുമ്പിലേക്ക് എത്തണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക തന്നെ വേണം. എങ്കിൽ മാത്രമാണ് ഇപ്പോഴെന്താണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ധ്രുവ രാഠി പറഞ്ഞ ആ യാഥാർത്ഥ്യങ്ങൾ ഇപ്പോൾ നമ്മുടെ മലയാളക്കരയിലെ ജനങ്ങളുടെ മുമ്പിലേക്ക് കൂടി എത്തുള്ളൂ. അങ്ങനെ നിങ്ങൾ ഈ ഒരു വീഡിയോയെക്കുറിച്ച് നിങ്ങൾ പ്രിയ സുഹൃത്തുക്കളോട് കൂടി സംസാരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു ട്രാൻസ്ലേഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. ബൈ.